ബാസ് നിർത്തിയില്ല, സ്മോക്കേഴ്സ് ബേസാണ്. നന്നായി സംസാരിക്കാൻ അറിയില്ല, നന്നായി സിനിമ ചെയ്യാൻ അറിയുമോയെന്ന് അറിയില്ല. വരാം പ്രസംഗം പഠിക്കേണ്ട ഒരു കാര്യമാണെന്നറിയാം. കാരണം ഇതുപോലുള്ള വേദികളിൽ പലപ്പോഴും വാലുമുറിയാറുണ്ട്, വാക്കുകൾ കിട്ടാതെ ബുദ്ധിമുട്ടാറുണ്ട്. എന്തായാലും ഇവിടെ ഈ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പഠിച്ച കോളേജിലെ ഓഡിറ്റോറിയമാണ് ഓർമ്മ വരുന്നത്. ഇത്തരം കമൻറ്റുകൾ ഞാൻ അർഹിക്കുന്നതാണ്. കാരണം ഇതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അന്നതുപോലെ വേദിയിൽ വെട്ടി വയർത്ത് നിന്ന ആളുകളുടെ അന്നത്തെ മനസ്സിലെ ശാപമായിരിക്കാം ഇന്ന്. എന്തായാലും ഈ ഒരു ഞങ്ങളെല്ലാവരെയും കാണാൻ ഒരിക്കലുമില്ല. നിങ്ങളെ കാണാൻ കഴിഞ്ഞാലും വളരെ സന്തോഷമുണ്ട്. ഈ കോളേജിലേക്ക് വരാനും ഇത്രയും സുന്ദരന്മാരെയും സുന്ദരിമാരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞാലും ഞാൻ ഭാഗ്യവാനാണെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ബേബി ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. താങ്ക് യു. ഇത്രയും മനോഹരമായ ഒരുപാട് സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ ഇപ്പോൾ ലാലു പറഞ്ഞ പോലെ തന്നെ ഞാനും അല്പം നെർവസാണ്. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ പുറകിൽ നിന്നുള്ളൊരു ബഹളം വെക്കലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഇപ്പോൾ ഷൂട്ടിങ്ങിലൊക്കെ നമ്മൾ വേറൊരു മൂഡിലായിരിക്കും, വേറൊരു മാനസികാവസ്ഥയിലായിരിക്കും. ചേച്ചി ഇവിടെ വരേണ്ട ആളല്ല, വീട്ടിലാണ്. എന്തായാലും നിർമ്മല കോളേജിൻ്റെ ഇത്രയും നല്ല ഒരുപാട് സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടുള്ള ഈ സദസ്സിനൊപ്പം ഈ ഒരു കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും നല്ല ഈ സമയം മാക്സിമം എൻജോയ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് അല്ലാ. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപക്ഷേ അരവിന്ദൻ സാർ, മാള സാർ എന്നൊന്നും എന്ത് വിളിക്കണമെന്ന് അറിഞ്ഞില്ല. എന്തായാലും പ്രിയപ്പെട്ട മാള സാറിനെ എന്താണ് സാർ പറയാനുള്ളത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ അഭിനയിച്ചതാ. ഇതൊക്കെ അഭിനയിക്കുന്ന ഞാൻ എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാള സെൻറ് ആനീസ് ഹൈസ്കൂളിൽ IAS പഠിക്കുമ്പോൾ, SSLCക്ക് പഠിക്കുമ്പോൾ ഞാൻ കോളേജിൽ പോയിട്ടുണ്ട്. ഞാൻ ഒരു വർഷം അത്രയേ ഉള്ളൂ. അപ്പോൾ കോളേജ് അന്തരീക്ഷത്തെക്കുറിച്ച് എനിക്ക് ഏകദേശം ചെറിയ രൂപം അറിയാമെങ്കിലും ആ ഒരു കാലഘട്ടത്തിനെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു. അത്രയും സുഖമുള്ളൊരു കാലഘട്ടം ഇനി ഉണ്ടാവില്ല. കാരണം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഈ ഒരു സുഖം, ഈ സുഖത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ വരാൻ സാധിച്ചിട്ടുള്ള നന്ദിയാണ് ഞാൻ ആദ്യം പറയുന്നത്. പട്ടാളത്തിൽ ഒരു വേഷം ചെയ്യുന്ന ഞാൻ, നിങ്ങൾ കണ്ടു കാണിമിക്കാറും അല്ലേ? കണ്ടില്ലെങ്കിൽ കാണണം. അത് അതിൻ്റേതായ രൂപത്തിൽ കാണണം. ഏത് കഥയായാലും, ഏത് ഡയറക്ടറുടെ സൈഡിൽ ആരായാലും ശരി, അഭിനേതാവ് എന്നുള്ള നിലയിൽ ആരായാലും ശരി, അത് അതിൻ്റേതായുള്ള മാർഗത്തിലൂടെ കാണാനുള്ള സന്തോഷം, സന്മനസ്സ്, അതിൻ്റെ ബുദ്ധി നിങ്ങൾക്കുണ്ട്. ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്മ നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമ്മളുടെ പ്രിയപ്പെട്ട ബാബു ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഒരുപാട് സുന്ദരന്മാരെയും സുന്ദരിമാരെയും ഒത്തുകൂടി കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ഏതായാലും ഇവിടുത്തെ ആൺകുട്ടികളുടെ മുഖത്ത് പ്രസാദം ഇവിടുത്തെ പെൺകുട്ടികളാണെന്ന് മനസ്സിലായി. അതുപോലെ പെൺകുട്ടികളുടെ മുഖത്തെ പ്രസാദം ഇവിടുത്തെ ആൺകുട്ടികളാണെന്ന് മനസ്സിലായി. പിന്നെ കോളേജ് ജീവിതമാണ് ഏറ്റവും നല്ല കാലം എന്ന് മാളച്ചേട്ടൻ പറഞ്ഞു. അതിനോട് എനിക്ക് അഭിപ്രായമില്ല. കോളേജ് കഴിഞ്ഞിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കാലമാണ് ഏറ്റവും നല്ല കാലം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട
ഒരുപക്ഷേ നിങ്ങൾക്കൊക്കെ ഈ പേര് കേട്ടിട്ടുണ്ട്. ഒരു പുതുമുഖമായി കടന്നു വന്ന നമ്മളുടെ മലയാള സിനിമയിൽ ഇത്രയും വലിയൊരു സിനിമയ്ക്ക് കഥ എഴുതാൻ കാമ്പുള്ള ഒരാളെ കണ്ടെത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട ലാൽ ജോസാണ്. ഈ സിനിമയുടെ കഥാകൃത്ത് ശ്രീ റജി നായർ. നമസ്കാരം. എപ്പോഴെങ്കിലും ശബ്ദമില്ലാതെ പോയ മാളച്ചേട്ടന്മാരെ അഭിനയിക്കുകയല്ല. നിങ്ങളെ കൂടെ ഈ കയ്യടിയിൽ നിന്ന് കാണുമ്പോൾ ആദ്യമായിട്ടാണ് ക്യാമ്പസ് വിട്ട് ആദ്യമായിട്ട് മറ്റൊരു ക്യാമ്പസിൽ വരുന്നത്. നിർമ്മല കോളേജിലാണ് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ശബ്ദം പോയാൽ അത് മൈക്കിൻ്റെ കേടാണോ അഭിനയിക്കണോ തെറ്റിദ്ധരിക്കേണ്ട, ഒറിജിനലായിട്ട് പോകുന്നതായിരിക്കും. പിന്നെ ശ്രീ ഗോവിന്ദൻകുട്ടിയോട് പട്ടാളം കണ്ടോ എന്ന് ഒന്ന് ചോദിക്കുന്നു. കണ്ടു. അപ്പോൾ ബിജുവേട്ടനെ പോലെ മീശ വെച്ച് ഒരു കാമുകി വരാൻ പറഞ്ഞിരുന്നു. നമ്മൾ പട്ടാളത്തിൽ ഈ SMS-ഉം ഇൻ്റർനെറ്റിലൊക്കെ പ്രണയ സന്ദേശങ്ങൾ കൈമാറുന്ന കാലത്ത് ഒരു നാടൻ പ്രണയോപഹാരം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിണ്ണതൈലമാണ് ബിജുവേട്ടൻ കൊടുക്കുന്നത്. ഒന്ന് പരീക്ഷിച്ച് നോക്കണം. താങ്ക് യു. തീർച്ചയായിട്ടും ഈ ഷോ കഴിഞ്ഞിട്ട് അടുത്ത ഷോയ്ക്ക് മുമ്പ് അത് പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കും. പക്ഷേ ചിലപ്പോൾ മരുഭൂമിയിൽ വിത്ത് വിതർന്ന പോലെ ആയിപ്പോകുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ട്. എന്തായാലും നമ്മളുടെ പ്രിയപ്പെട്ട നമ്മളുടെ ക്യാമ്പസിൽ ഒരാളായ രസയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഗോവിന്ദകുട്ടി മൈക്ക് എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കയ്യിൽ മൈക്ക് കിട്ടിയ അബദ്ധമാണ്. കാരണം ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്നത്തെ ഷോ നടക്കുകയല്ല. ഏതായാലും ഞാനൊരു വിമൻസ് കോളേജിലാണ് പഠിക്കുന്നത്. അവിടുന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസിൽ വന്നപ്പം ശരിക്കും വേനലിലെ ഒരു മഴയുടെ പ്രതീതിയാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെറും മഴയല്ല, പേമാരിയാണ്. അതെ, പേമാരിയാണ്. അപ്പോൾ ഏതായാലും ഞാനും ഇതുപോലെ ക്യാമ്പസിൽ വെച്ച് ആദ്യമായിട്ട് എന്നെ ലാലുവേട്ടൻ കാണുന്നതും ക്യാമ്പസിൽ വെച്ചാണ്. ഞാൻ ഇതുപോലെ ഒരു മൂലയ്ക്ക് നിന്ന് കൂവിക്കൊണ്ട് നിന്നപ്പോഴാണ് ലാലുവേട്ടൻ എന്നെ കാണുന്നത് ആദ്യമായിട്ട്. പക്ഷേ ലാലുവേട്ടൻ ഇന്നിങ്ങോട്ട് വരുന്നതിന് മുമ്പ് കൂവുന്ന എല്ലാരെയും ലാലുവേട്ടൻ കാണണമെന്നില്ല. അതെ, അതാണ്. അപ്പോൾ ലാലുവേട്ടൻ ഇന്നിങ്ങോട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞു, ഇവിടെ ഏറ്റവും കൂടുതൽ കൂവാത്ത ആരാണോ അയാളെ ആയിരിക്കും ഞാൻ അടുത്ത ഫിലിമിൽ കാസ്റ്റ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ആരും കൂവണ്ട, നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാം.